ആ വരുന്നാണോ റിവെഞ്ച്. എടാ നിന്നെ വെൽക്കം ചെയ്യാനാണ് നമ്മൾ നിക്കുന്നേ. എന്നിട്ട് ഈ ഓടി പോയി ബാക്കി കയറുക. ഫ്രണ്ട് നിക്ക്. ഹെൽമെറ്റ് വരികെ. കണ്ണും തെറ്റിയാ കെട്ടി വെച്ചേക്കുന്നേ. ഡെയർഡബിൾ ആണോ? റിവെഞ്ച് അപ്പോ വെൽക്കം ബാക്ക് ടു KVA. കുറെ കാലം നിന്നെ മിസ് ചെയ്തിരുന്നു. കാരണം നമ്മൾ ഓരോ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് വരുന്ന ഒരു പേരാണ് റിവെഞ്ച് എവിടെ, റിവെഞ്ചിനെ തിരിച്ചു കൊണ്ടുപോവാ, റിവെഞ്ച് പോവാന്നുള്ളത്. അവസാനം റിവെഞ്ചിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. റിവെഞ്ചിന് എന്താണ് പറയാനുള്ളത്? റിവെഞ്ച് എവിടെയായിരുന്നു ഇത്രയും കാലം? എവിടെയായിരുന്നു? ആക്റ്റീവ് ആയിരിക്കുന്നോ? ഇനി എന്താണ് ഈ മൊയൽ ജോഡ്? മൊട്ടോർത്തൊക്കെ തിന്നായിരുന്നല്ലോ. വെൽക്കം ബാക്ക്. അതിന്റെ സൗണ്ട് നല്ല കുറവാണ്. ജോണിമ എന്തെങ്കിലും ഉപദേശം, അഡ്വൈസ്? നമ്മൾ തിരിച്ച് കംബാക്ക് എന്ന് പറഞ്ഞ എല്ലാ പ്രാവശ്യവും ഓരോരുത്തരെ കാണും. പിന്നെ ഗോ ബാക്ക് എന്ന് പറയേണ്ട അവസ്ഥയാണ് ശരിക്കും പറയാൻ ഞാൻ വരുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം കാണണം. ഗുഡ് ഓക്കെ അറിയുന്നു. വെൽക്കം. കക്കാശിയുടെ പുറകിൽ ബ്ലേസോ ഇതാരാ? കക്കാശിയുടെ പുറകിൽ കെട്ടി നടക്കും മനുഷ്യൻ. നമുക്ക് കേൾക്കാല്ലടാ. നമുക്കിനി വരും ദിവസങ്ങളിലാണെങ്കിലും കുറച്ചധികം റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മള് ചാടി പിടിച്ച്, നമുക്ക് അറിയാം നമ്മളിപ്പോ സിറ്റിയിലുള്ളതുകൊണ്ട് തന്നെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് പട്ടികളും പൂച്ചകളും മൃഗങ്ങളും എല്ലാം സിറ്റിയില് തേടി പിടിച്ച് കിടക്കുന്നുണ്ട്. അതെ. അപ്പോ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളാണ് അവരെ അത് ഒന്നുമല്ല, നമ്മളവിടെ പ്ലേയേഴ്സ് കുറവാണ്, നമുക്കവിടെ ആളില്ല, നമ്മൾ ഡൗൺ ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവരെല്ലാരും ഇപ്പൊ ഈ പറയുന്ന നമ്മളെല്ലാ കേസിലൊക്കെ നമ്മളെ തേടി പിടിച്ചു വരുന്നത്. അപ്പൊ ഇതിനുള്ളതെല്ലാം നമുക്കത് തിരിച്ചു കൊടുക്കണം. പക്ഷെ നമ്മൾ ഇതേപോലെ പറയുന്നു, നമ്മൾ ഇപ്പോ കറന്റ്ലി നമുക്ക് പ്ലേയേഴ്സ് കുറവ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ പ്ലേയേഴ്സ് കുറയെന്ന് വെച്ചിട്ട് നമ്മൾ ചാടി പിടിച്ച് നമ്മളത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ചാടി പിടിച്ച് നമ്മളത് റിക്രൂട്ട്മെന്റ് എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേയേഴ്സ് ഇല്ല അതുകൊണ്ട് കുറെ പേരെ പടപടയാറുണ്ട്, ഒരുപാട് പേരെ മാസമായിട്ട് എടുക്കുന്ന പരിപാടി നമുക്ക് ഇനി ഇല്ല. നമുക്കത് കുറെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങളും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതും കൊണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള കുറെ സംഭവങ്ങളും നമ്മുടെ മിസ്റ്റേക്കുകളും എല്ലാം നിന്ന് നമ്മൾ പഠിച്ച് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പതിയെ 1 by 1 ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടായിരിക്കും നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്നത്. അതായത് ഓരോ പ്ലെയർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നോക്കിയും കണ്ടും അവരെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്തതായാലും അവർക്ക് നമ്മളെ, അതായത് നമ്മൾ ഇനി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഗൺ പവർ അല്ലെങ്കിൽ സിറ്റിത്തെ ബെസ്റ്റ് ഗൺ പവർ ഒരു മെഷീൻ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇനി എടുക്കുന്ന പരിപാടി ഇല്ല. ലൈക്ക് അവരത് KVAക്ക് ബെസ്റ്റ് ആണോ എങ്കിൽ മാത്രമേ നമ്മളത് അവരെ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഗൺ പവർ മാത്രം വെച്ച് കൺസിഡർ ചെയ്ത്, അല്ലെങ്കിൽ ഗൺ പവർ മാത്രം നോക്കി, അല്ലെങ്കിൽ 1v1 മാത്രം നോക്കി നമ്മൾ എടുക്കുന്ന പരിപാടി ഇനി നിർത്തി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെയും ബാക്കിയുള്ളവരും എല്ലാവരും അഭിപ്രായം എന്ന് വെച്ചാൽ KVAയിൽ നമ്മൾ അത്രയും കമ്മിറ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ KVAയിൽ അത്രയും നമ്മുടെ ഒരു ഡൗൺ ടൈമിലും, അല്ലെങ്കിൽ നമ്മുടെ KVA റീബിൽഡ് ചെയ്യാൻ അവരുടേതായ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റേ സ്പൂൺ ഫീഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ സിറ്റി കയറി പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിലും അതല്ലാണ്ട് സ്വയം അവർക്ക് KVA നന്നാവണം എന്ന് കാണുന്ന, അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നുന്ന ആൾക്കാരെ മാത്രം വന്നോ അപ്പോ നമ്മള് KVAയിൽ അത്രയും കാണുന്ന ആളുകളെ മാത്രമാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് KVAയിലുള്ള നമ്മൾ അത്രയും ആൾക്കാരെ, നമ്മളെ അത്രയും KVAയിൽ നന്നായി കാണുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടായിരിക്കും പുതിയ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക. ഉറപ്പായിട്ടും പുതിയ ആൾക്കാർ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. അതിനൊപ്പം തന്നെ ബാക്ക് ടു പവർ KVA എന്ന രീതിയിൽ നമ്മൾ ഡേ ബൈ ഡേ 1 സ്റ്റെപ്പ് ഹെഡ് എന്ന രീതിയിൽ നമ്മൾ ബ്രിക്ക് ബൈ ബ്രിക്ക് നമ്മൾ ഓരോ ആൾക്കാരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. തിരിച്ച് KVAയിലോട്ട് നമ്മൾ ആ ഒരു ബാക്ക് ടു പവറിലോട്ട് നമ്മൾ KVA കൊണ്ടുവരും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇന്നലെ മൊയൽജോഡ്, കൊർട്ടി,
അതേപോലെ തന്നെ ക്യൂബൻ ഇവർ തിരിച്ച് ബാക്ക് ടു ആക്റ്റീവായി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ടർഫിന് മുന്നായിട്ട് നമ്മൾ റിവെഞ്ചിനെ നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. റിവെഞ്ചിനെ നമ്മൾ ടർഫിൽ ഇറക്കിക്കൊണ്ട് നമ്മൾ റിവെഞ്ചിനെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത ഒരു സർപ്രൈസ് റിക്രൂട്ട്മെന്റ് നമ്മുടെ KVക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ അനൗൺസ് ചെയ്യാണ്, റിവീൽ ചെയ്യാണ്. ആ ആള് ലോഡിംഗ് ആണ്, കുറച്ച് ഹെവി ഐറ്റം ആയതുകൊണ്ട് തന്നെ ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആശാൻ ലോഡിംഗ് സ്ക്രീനിലാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ലോഡാവുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വൺ ബൈ ഓരോരുത്തർ. അതെ ഫ്രെഡി ഫ്ലാഗ് ഒന്ന് മാറ്റേ. ഓക്കെ ഓക്കെ നമ്മളെല്ലാരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് ആള് പിൻവാതിൽ വഴിയാണ് വരുന്നത്. ഇങ്ങോട്ട് കയറിയാണോ? എടാ അങ്ങോട്ടാ. അവിടെ അല്ല നമ്മളെല്ലാരും ഫ്രണ്ടിൽ നോക്കിയപ്പോ ആള് പിന്നാമ്പുറം വഴി വരവ്. പിൻവാതിൽ നിയമനം. എന്താ കേട്ടില്ല. ആ ഇങ്ങോട്ട് പോയാ. ഓക്കെ വരട്ടെ. ഡ്രക്കൻ വേണ്ട, ഡ്രക്കൻ. So we welcoming Simon aka Sumad. Simon, welcome back to KVA. AKA പറയാൻ പറ്റില്ല. ഹലോ ഹലോ സൈമൺ കേൾക്കുന്നുണ്ടോ? സൈമൺ എനിക്ക് ഭവാനിയെ കുറച്ചുകൂടി എടാ ഓക്കെ സൈമൺ സംസാരിക്കട്ടെ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ ആദ്യത്തെ ഗ്യാങ് ആണ്. ഗ്യാങ് ആർപി ഒന്നും കളിച്ചിട്ടില്ല. ഗ്യാങ്ങിലോട്ട് സെലക്ട് ചെയ്തതിന് താങ്ക് യു. ഓക്കെ അപ്പോ സൈമൺ ആരായിട്ട് വരും? ലൈക്ക് ആരെങ്കിലും ഇവിടെ കേവില് മുന്നേ ആരെങ്കിലും പരിചയമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല, പക്ഷെ നിങ്ങളുടെ ഇവിടുത്തെ ഏതൊരു സ്ത്രീയുടെ അവയവം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതാരായിരുന്നു? നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഏതോ ഒരു സ്ത്രീയെ പേര് ഞാൻ മറന്നു. ആ സ്ത്രീ എന്തോ ആക്സിഡന്റ് ആയപ്പോ ആ സ്ത്രീയുടെ ഹൃദയം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. സോ സൈമൺ, ഇനി ഇത് കുറെ പേർക്ക് സംശയം ഉണ്ടാവും. കാരണം ഇടക്ക് ഇതേപോലെ ചില ആളുകൾ വന്നിട്ട് ചുമ്മാ അങ്ങനെ പ്രാങ്ക് ആക്കിയിട്ട് പോവാറുണ്ട്. അപ്പൊ ഇത് പ്രാങ്ക് വല്ലതാണോ? ഇത് പ്രാങ്ക് അല്ല. ഒരുപാട് സുമതി അമ്മായി സൈമൺ ടു KVA. ചേട്ടൻ ഞാനതാ പറയണം വന്നു. പക്ഷെ അത് മൂലമാണ് ശരിക്കും വന്നത്. അത്രേ ഉള്ളൂ. അതായത് KVAയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കുറെ ഡൗൺ സ്റ്റേജിൽ അല്ലെങ്കിൽ കുറെ പ്ലേയേഴ്സ് നമ്മളെ വിട്ടുപോയി, നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ ഒരാളായിട്ട് സൈമൺ ഇനി കാണും, നമ്മുടെ KVA മെമ്പറായിട്ട്. പക്ഷെ സൈമൺ പറഞ്ഞിരുന്നു, അതായത് ലേറ്റ് നൈറ്റ് സൈമണ് അധികം പറ്റുണ്ടാവില്ല. അതായത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഉണ്ടാവില്ല. ഒരു 12:30-1 മണി വരെയൊക്കെ മാക്സിമം കാണുള്ളൂ. സോ എല്ലാ സിറ്റുവേഷനുകളും വാറിലും ഇൻക്ലൂഡ് ആവുണ്ടാവില്ല. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ സേവിക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് സിറ്റിയിൽ മുന്നിൽ സൈമൺ ഉണ്ടാവും. അമ്മയുടെ ഹൃദയവും അമ്മയുടെ മുടിയുമായി സൈമണിന് ഇവിടെ കാണും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്ത് വിളിക്കണം? സൈമൺ അമ്മാവനെന്ന് വിളിക്കണോ? അതോ വേണ്ട സൈമൺ അമ്മാവൻ അത് അമ്മായിയുടെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ മതി എന്നുള്ളത്. സുമതിയമ്മായി വേണ്ട, അമ്മായിയുടെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ മതി, സംഭവം അമ്മായിയുടെ പേഴ്സണൽ റീസൺസ് കാര്യങ്ങൾ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മള് കുറെ ദിവസമായിട്ട് നിങ്ങളെല്ലാരും നിങ്ങള് ചാറ്റിൽ പറയുന്ന പോലെ തന്നെ എനിക്ക് ഇന്നലെ ക്യൂബന്റെ ഇട്ടുണ്ടാവില്ല, ക്യൂബന്റെ കൂടെ കൂട്ടിയിടാം.
എന്താ ഗ്യാങ് ഡ്രസ് എടാ റേഡിയോ എടാ നീ എവിടെ പോടാ? ആ ആളുടെ പേര് സിമിയോൺ സാമുസുങ്. ഓക്കെ, ഇത് സ- സിമിയോൺ സാമുസുങ് ആ ആണ് പേര്. ഓക്കെ, ഞാൻ പറയുമ്പോ പറയണേ. ഇതൊക്കെ ഇദ്ദേഹം ഞാൻ അറിയാത്ത റിക്രൂട്ട്. കുറെ പേര് ദേ ഇത് ബിയോൺ സാം. കണക്ട് ഇട്ടിട്ടുണ്ട്. എടാ ഒരാള് ഒന്ന് സംസാരിക്കടാ. ആ ഒരാള് PP ഹോൾഡല്ലടാ, PP ഹോൾഡല്ല മറ്റിട്ടില്ല. സോ എടാ കേക്കല്ലേ? ഓക്കെ, സോ വി വെൽക്കം സിമിയോൺ സാമുൻസുൻ ടു KVA. അതാരാ തിരിക്കും പറഞ്ഞോടാ, അവൻ പറയാൻ പറഞ്ഞത് ആരാത് ഇപ്പൊ വരുമ്പോ അറിയാം. ഉരുത്ത കെട്ടവന്റെ ഒക്കെ. ഇത് വരച്ചന്ദ്രനോ? ഹലോ 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 ഹലോ. ഇത് ഉടായ്പാണ്, ഉടായ്പാണ്. സിമിയോൺ സാമുൻസുൻ. ഇതാ സൈമണിന്റെ ചേട്ടൻ, എന്റെ അച്ഛനാണ് സൈമൺ മോനാണ്, സൈമന്റെ മോൻ. സൈമൺ ഇവിടെ അച്ഛൻ എവിടെ? അച്ഛാ എനിക്ക് പോണമെന്നില്ല. ഇത് ഉടായ്പാണ്, ഇത് ഉടായ്പാണ്. ഇത് കമ്മറ്റി അറിഞ്ഞിട്ടല്ല, കമ്മറ്റി അറിയുന്നതല്ല, കമ്മറ്റി അറിഞ്ഞല്ല. ആരാതൊക്കെ ചോദിക്കുന്നേ? മോന്റെ ഫേസ് കണ്ടിട്ട് വേറെ ആരും അച്ഛൻ തോന്നുന്നു. അതെന്താ അച്ഛാ? അച്ഛനെന്തൊരു സംസാരം അച്ഛൻ സംസാരിക്കുന്നേ? എന്റെ അമ്മയുടെ അച്ഛനോടാണ് നമ്മള് ചോദിക്കുന്നത്. അമ്മനെ കണ്ടോ? അച്ഛാ, എന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ലാസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ കാണിച്ചിട്ട് അച്ഛാ മരിച്ചത്. അന്നാണ് ഞാൻ എനിക്കൊരു തന്ത ഉണ്ടെന്ന് മനസ്സിലാക്കി. അറിയാവോ അച്ഛാ? അതുപോലെ ഞാനൊരു തന്തയില്ലാത്തവരാ കരുതിയത് വെച്ചാ. തന്ത അധിക ശബ്ദത്തിൽ പറയണ്ട. അത് കോമഡിയാന്ന് വെച്ചാ, വലിച്ചെറിയരുത് വെച്ചാ. ഇതേപോലെ എത്ര മക്കളുണ്ട് സൈബൺ? എനിക്ക് മക്കളൊന്നുമില്ല. ഇത് ഇങ്ങനെ വന്നു നമുക്ക് പോലും അറിയത്തില്ല. ഇത് എന്താണ് പുള്ളിയുടെ ഒരു കമ്പനി പറ്റിച്ചതാണ് ഞാൻ അറിഞ്ഞത്.